നമസ്കാരം. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടുകാര്യത്തിന് പോലും സർക്കാർ വക ഫണ്ട്. സർക്കാർ ഫണ്ട് പൊതുജനങ്ങൾക്ക് പോലും നൽകാതെ സ്വന്തം പാർട്ടിയിലെ ഇഷ്ടക്കാർക്ക് നൽകി അവരെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇടത് സർക്കാർ. മകൾക്ക് സർക്കാർ വാഹനത്തിലെ വിനോദയാത്ര. ഭക്ഷ്യമന്ത്രിക്ക് സ്വന്തം വീട്ടിലെ പശുവിന്റെ പാല് കുടിക്കണമെന്ന ആഗ്രഹം നിറവേറ്റാനായി സ്വന്തമായൊരു കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ അതിനും നൽകി ഫണ്ട്. ആകാശത്തൂടെ കഴുകനെ പോലെ പറക്കാൻ പ്രൈവറ്റ് ഹെലികോപ്റ്റർ സ്വന്തമായി ഇറക്കി മുഖ്യമന്ത്രി. ഇങ്ങനെയെല്ലാം ഫണ്ട് നൽകുമ്പോഴും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് പിണറായി സർക്കാർ. ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ ചികിത്സാ ചെലവിനുള്ള ഫണ്ട് അനുവദിച്ച കണക്കുകൾ പുറത്തു വരികയാണ്. വൈദ്യുതി മന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് ചെലവായ പണം വേണമെന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ആവശ്യം ഒരക്ഷരം പോലും മറുത്തു പറയാതെയാണ് ഇടത് സർക്കാർ അനുവദിച്ചു നൽകിയത്. കൊച്ചിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പാലക്കാട് ലക്ഷ്മി ഹോസ്പിറ്റലിലുമായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യയുടെ ചികിത്സയെല്ലാം നടന്നത്. 32,261 രൂപ ചെലവായി എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഈ പണം അനുവദിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. അത് ഒരക്ഷരം പോലും മറുത്തു പറയാതെ സർക്കാർ അനുവദിക്കുന്നു. ചികിത്സയ്ക്ക് ചെലവായ പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതോടെ ഈ മാസം 16-ന് പൊതുഭരണ വകുപ്പിൽ നിന്ന് പണം അനുവദിച്ച് ഉത്തരവിറക്കി. സർക്കാർ ആശുപത്രികളോട് മന്ത്രിയെ പോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയ്ക്കും അലർജി ഉണ്ടായിരുന്നു. നേരത്തെയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ 15 ലക്ഷത്തോളം അനുവദിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ 36,000-ഓളം രൂപ അനുവദിച്ച് ധനവകുപ്പ് വീണ്ടും ഉത്തരവിറക്കിയത്. പാലക്കാട് ലക്ഷ്മി ആശുപത്രി, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി, കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെന്റർ, ചെന്നൈ അപ്പോളോ ആശുപത്രി, ചിറ്റൂർ സെന്റൽ കെയർ ഓർത്തോഡന്റിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ എന്നിവിടങ്ങളിലെല്ലാമാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ചികിത്സ നടത്തിയത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ മന്ത്രി കൃഷ്ണൻകുട്ടി ചികിത്സ തേടിയപ്പോൾ 2022 ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെ വലിയ ഒരു തുക തന്നെ നഷ്ടമായി. 8,44,274 രൂപ അന്ന് അപ്പോളോയിൽ ചികിത്സയ്ക്ക് കൃഷ്ണൻകുട്ടിക്ക് അനുവദിച്ചു നൽകി. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പാലക്കാട് ലക്ഷ്മി ആശുപത്രിയിലുമാണ് മന്ത്രിയുടെ പത്നി ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രികളാണ് എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് 75 ലക്ഷത്തോളം രൂപ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി ചികിത്സ തേടിയത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ആയിരുന്നു. 3 തവണയാണ് മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയത്. 2 തവണയായി മന്ത്രിയുടെ ചികിത്സാ ചെലവിന് പണം അനുവദിച്ചു. 3ാമത് ചികിത്സ തേടിയതിന് ഉടൻ പണം അനുവദിക്കാൻ ഇരിക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടിയും ഭാര്യയും ചികിത്സ തേടിയത് കിംസ് ഹോസ്പിറ്റലിലും ജ്യോതി ദേവ് ഡയബറ്റിക് സെന്ററിലുമാണ്. 12 ലക്ഷം രൂപയാണ് ഇരുവരുടെയും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കായി സർക്കാർ വക ഖജനാവിൽ നിന്ന് പണം നൽകിയത്. മന്ത്രി ആന്റണി രാജു, മന്ത്രിയുടെ മകൻ, മകൾ, അമ്മ, ഭാര്യ എന്നിവർക്കെല്ലാം ഇത്തരത്തിൽ ചികിത്സയ്ക്കായി സർക്കാർ വക ഫണ്ട് അനുവദിക്കുന്നുണ്ട്. 3 ലക്ഷം രൂപയോളമാണ് ആന്റണി രാജുവിന് ഇത്തരത്തിൽ സർക്കാർ വക ഫണ്ട് നൽകിയതെന്നാണ് കണക്ക്. തദ്ദേശ മന്ത്രി MP രാജേഷും ഭാര്യയും ചികിത്സ തേടിയ സമയത്തും ഇതേപോലെ 2.45 ലക്ഷം രൂപ നൽകിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ നിരവധി മന്ത്രിമാർക്ക് സ്വന്തം കീശയിലെ പണം എടുത്തു നൽകും പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുവാദത്തോടുകൂടി ധനമന്ത്രി സർക്കാർ ഖജനാവിൽ നിന്നും പണം എടുത്തു നൽകുന്നത്. അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം എന്നൊരു വാസ്തവം സർക്കാർ മറക്കുകയാണ്.